നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ കാലഘട്ടമാണ്. അത് ശാരീരികമായ പീഡനം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആത്മീയ പീഡനങ്ങളും വളരെയധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആത്മീയപരമായി എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ വചനം വളച്ചൊടിക്കുമ്പോൾ തീർച്ചയായിട്ടും പിശാച് നമ്മളെ ആത്മീയപരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ സത്യം അത് ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾക്ക് അത് മറഞ്ഞിരിക്കുകയാണ്. ആ മറ നീക്കി ജനത്തിന് സത്യം വിളമ്പുന്നവനാണ് പുരോഹിതൻ. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്താവിഷയം, ഹൂ ഈസ് എ പ്രീസ്റ്റ്? ആരാണ് ഒരു പുരോഹിതൻ? നമ്മൾ ടി വിയിലും അതേപോലെയുള്ള മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുരോഹിതന്മാർക്ക് സംഭവിച്ച പരാജയങ്ങൾ, അതിനെക്കുറിച്ച് പലർക്കും ഇപ്പോൾ പുരോഹിതന്മാരെക്കുറിച്ച് വളരെ അവഹേളനതയോടെ, വളരെ മോശമായ ഒരു പിക്ചറാണ് സമൂഹത്തിൻ്റെ മുൻപിലുള്ളത്. തീർച്ചയായിട്ടും സത്യം പറയേണ്ടവൻ, സത്യം ചെയ്യേണ്ടവൻ, സത്യം കാണിച്ചു കൊടുക്കേണ്ടവന് വഴിതെറ്റിയാൽ 99% ആൾക്കാരും ശരി ചെയ്താലും അതിൽ ഒരാൾ തെറ്റിപ്പോയാൽ ആ തെറ്റിപ്പോകുന്നവനെ മാത്രമേ ജനം കാണുകയുള്ളൂ. കാരണം തിന്മ കണ്ടുപിടിക്കാൻ മനുഷ്യന് ഒരു പ്രത്യേക നേച്ചറുണ്ട്, ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ പുരോഹിതന്മാർക്ക് സംഭവിച്ച ആ ബലഹീനതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ അഭിപ്രായങ്ങളിലൊന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല. ഒരുത്തൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് സമൂഹമല്ല, ആത്മീയ ഗോളത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ആത്മീയ ഗോളത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ഒരു നീതിന്യായ കോടതിയുമല്ല, ഈ പുസ്തകം മാത്രമാണ്. കാരണം ശരിയെന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമായ ഈ ബൈബിൾ മാത്രം. ഹല്ലേലൂയ. അപ്പോൾ പുരോഹിതൻ ആരായിരിക്കണം പുരോഹിതൻ എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? അതാണ് ആധികാരികമായ വ്യാഖ്യാനം. ആധികാരികമായി പരിശുദ്ധാത്മാവ് എന്താണ് ഒരു അഭിഷിക്തനെ കുറിച്ച് പറയുന്നത്? അതിനു മുമ്പായിട്ടാണ് ഇപ്പോഴത്തെ പോപ്പ് വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പുള്ളി ഈ ആത്മീയ തലത്തിൽ എല്ലാവരെയും വിളിച്ച് ഒരു കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവമത ലീഡേഴ്സിനെ വിളിച്ചൊരു കോൺഫറൻസ് കഴിഞ്ഞു. ഈ കഴിഞ്ഞിടയ്ക്ക് പാസ്റ്റർമാരുമായിട്ടുള്ളൊരു കോൺഫറൻസ് പുള്ളി നടത്തിയുണ്ടായി. അതിൽ ഉള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഒരു പാസ്റ്റർ, അമേരിക്കയിലെ ഒരു പാസ്റ്റർ ഇപ്പോഴത്തെ പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പിക്ചർ. ഒരു പക്ഷേ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം. കാരണം ലോക ജനതയുടെ മനസ്സിൽ പോപ്പെന്ന് പറയുമ്പം പരിശുദ്ധ പിതാവാണ്. അപ്പോൾ ആ പരിശുദ്ധ പിതാവിൻ്റെ ശരീരത്തിൽ തൊട്ടാണ് ഈ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പോപ്പിൻ്റെ അടുത്ത് വന്ന് പോപ്പിനെ തൊട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അത് അനുവദിച്ച ആൾ വളരെ സിമ്പിളായിരിക്കണം. കാത്തലിക് ചർച്ചിൻ്റെ
തലപ്പത്തിരിക്കുന്ന ആ ദൈവദാസൻ ഒരു പാസ്റ്ററിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ തന്നെ അനുവദിക്കുന്നത് മറ്റു പുരോഹിതന്മാരും മറ്റു സഹോദരങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ കൊമ്പും കൊണ്ട് നടക്കുന്നവനല്ല, വിനയത്തിൻ്റെ എളിമയുടെ പ്രതീകമായിരിക്കണം അവൻ. എന്നാൽ മാത്രമേ എഫെസ് ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എഫെസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. എഫെസ് ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവിൻ. അതിനായി സകല വിശുദ്ധന്മാർക്കും വേണ്ടി പൂർണ്ണ സ്ഥിരതയോടും യാചനയോടും കൂടി ജാഗരിക്കുവിൻ. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധരോട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമാണമില്ല. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഹൂ ഈസ് എ പ്രീസ്റ്റ്. പുരോഹിതൻ അറിയണം പുരോഹിതൻ ആരാണെന്ന്, ജനങ്ങളും അറിയണം ആരാണ് പുരോഹിതൻ. അപ്പോൾ ഈ പുകപടലം മാറണമെങ്കിൽ കറക്റ്റായിട്ട് ദൈവാത്മാവ് സംസാരിക്കണം. മനുഷ്യൻ്റെ ബുദ്ധിയിലല്ല, മനുഷ്യൻ്റെ അഭിപ്രായമല്ല, ദൈവാത്മാവിൻ്റെ അഭിപ്രായമാണ്. ദൈവാത്മാവിൻ്റെ അഭിപ്രായമല്ല, അത് തന്നെയാണ് സത്യം. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം, മലാക്കിയുടെ പുസ്തകം 2 അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പുരോഹിതൻ ആരാണ്, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ്. അതിൽ 2-ന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാണല്ലോ. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഹല്ലേലൂയ. പുരോഹിതൻ, പുരോ എന്ന് പറഞ്ഞാൽ സ്വർഗം പ്ലസ് ഹിതം. സ്വർഗത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് പുരോഹിതൻ. ഹല്ലേലൂയ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പുരോഹിതൻ എന്ന് പറയുമ്പോൾ അവൻ ഏതെങ്കിലും സഭയുടെ പ്രതിനിധി അല്ല. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. അപ്പോൾ ദൂതൻ എന്ന് പറയുമ്പോൾ ദൂതൻ വരുന്നത് ഭൂമിയിൽ നിന്നല്ല, അവൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സ്വർഗം, ഹിതം, സ്വർഗത്തിൻ്റെ ഹിതം, അത് ദൂതനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ പുരോഹിതൻ. അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനായിരുന്ന സമൂഹത്തിൽ ഏകദേശം 13-14 വർഷത്തെ പഠനമാണ്. എന്നെ അതിനേക്കാൾ കൂടുതൽ പഠിക്കുന്ന പുരോഹിതന്മാരുടെ ഈശോ സഭ എന്നൊക്കെ പറയുന്നത് SJ ഫാദേഴ്സൊക്കെ, അവരൊക്കെ പ്രായം ചെന്നായിരിക്കും പിന്നെ ഈ പുരോഹിതന്മാരാകുന്നത്. ചുമ്മാ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ബുദ്ധിരാക്ഷസന്മാരാണ് അവരിൽ കൂടുതലും. അതിൽ അരിസോണയിൽ അമേരിക്കയിലെ അരിസോണ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ SJ ഫാദേഴ്സിന് ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അവിടെ അവർക്ക് ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെലസ്കോപ്പാണ്. അതിൽ ചിലരൊക്കെ സയൻറ്റിസ്റ്റാണ്. ഈ ടെലസ്കോപ്പിന് അവരിട്ടിരിക്കുന്ന പേര് ലൂസിഫർ എന്നാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അന്യഗ്രഹത്തിലെ ജീവികളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള മെഷീന്. അവരുടെ സുപ്പീരിയർ അച്ഛൻ പറഞ്ഞത്, വി ആർ എക്സ്പെക്ടിങ് another
സേവിയർ ഫ്രം അനദർ വേൾഡ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വന്നതൊന്നും ശരിയായില്ല. വേറൊരു ഗൃഹത്തിൽ നിന്ന് ഒരു ദൂതനെ, ഒരു രക്ഷകനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ പഠിച്ച് കർത്താവിനെ ഒരു സൈഡിൽ മാറ്റി നിർത്തി വേറൊരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നു. അത് നെറ്റിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. എത്ര പഠിച്ചാലും എൻ്റെ ദൈവദാസന്മാരെ, എൻ്റെ പുരോഹിതന്മാരെ, നിങ്ങൾ എത്ര പഠിച്ചാലും ലോകപരിജ്ഞാനമല്ല നിനക്ക് വേണ്ടത്, ദൈവീക പരിജ്ഞാനമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഒരു പുരോഹിതന് വേണ്ടത് ലോകജ്ഞാനമല്ല, ദൈവീക ജ്ഞാനമാണ്. കാരണം അവൻ്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം. ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. എന്തുമാത്രം പഠിക്കാമോ അത്രയും പഠിക്കണം. പക്ഷേ ഉപദേശം ചോദിച്ച് പഠിക്കേണ്ടത് ഒരു പുരോഹിതന്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്ന് പറയുന്നത് മരിച്ചു പോകുന്ന ഒരു മണ്ണാങ്കട്ടയായ മനുഷ്യനല്ല, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശം ദൈവത്തോട് ചോദിച്ച് പഠിക്കേണ്ടത്. അങ്ങനെ ദൈവത്തോട് ചോദിച്ച് പഠിച്ചാൽ പുരോഹിതന് തെറ്റില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ മുൻപിൽ അവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പള്ളി പണിയാനല്ല. ഹല്ലേലൂയ. അപ്പോൾ പുരോഹിതൻ പരിജ്ഞാനമുള്ളവനായിരിക്കണം. യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. പുരോഹിതൻ ആലോചന ചോദിക്കേണ്ടത് ഏതെങ്കിലും ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയോടല്ല, സഭയുടെ പാരമ്പര്യമല്ല, മനുഷ്യന്റെ ആലോചനയല്ല, ദൈവത്തിൻ്റെ ആലോചന അവനോട് ചോദിക്കണം. അവൻ ദൈവത്തോട് ആലോചന ചോദിച്ച് പഠിക്കേണ്ടതാണ്. പഠിക്കണം. പുരോഹിതൻ ദൈവവചനം പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. എട്ടാമത്തെ വാക്യം, അതിൻ്റെ 8ാമത്തെ വാക്യം. അപ്പോൾ 7ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ, പുരോഹിതൻ, അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും, പുരോഹിതൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം ദൈവത്തോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ല. ഹല്ലേലൂയ. അപ്പോൾ സെമിനാരിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചൂടോടെ ഇറങ്ങി ഭരണത്തിനല്ല വരേണ്ടതാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പുതിയതായി വരുന്നവൻ്റെ തലയിൽ ഉടനെ കൈ വെക്കരുത്, അവൻ കീഴ്പ്പെട്ട പക്വത പ്രാപിക്കട്ടെ. ഈ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്ക് പക്വത എന്ന് പറയുന്ന കാര്യം ഇല്ല. നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്, നിന്നെ പക്വതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് നിന്നെ വിളിച്ച ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ നീ ഇരിക്കണം. അങ്ങനെ ഇരിക്കാഞ്ഞത് കൊണ്ടാണ് 2-ാം അധ്യായം 8ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളോ വഴിവിട്ടകന്ന് പലരെയും ഉപദേശത്താൽ ഇടറുവാൻ ഇടവരുത്തി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇതാ സംഭവിച്ചത്. നിങ്ങളോ വഴിവിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ശുദ്ധമായ സഭയിലേക്ക് ജാതികളുടെ വഴികൾ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം മായം ചേർത്ത് വിളമ്പാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ എങ്ങനെയാണ് കർത്താവിൻ്റെ നിയമം സഭയിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് ജനങ്ങൾ ഒന്നുകൂടെ അറിയണം. കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു ടോക്കിൽ ഞാനിത് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഈ സീസൺ അനുസരിച്ച്
ഇതൊന്നുകൂടെ ഒന്ന് പറയുന്നത് ജനം കേൾക്കുന്നത് നന്നായിരിക്കും. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാന ശേഷം AD 30 നൂറ്റാണ്ടുകളായി റോമൻ കത്തോലിക്ക സഭ സ്വീകരിച്ച ബൈബിൾ വിരുദ്ധ നിലപാടുകളിൽ ചിലതൊക്കെ താഴെ പറയുന്നത്. നിങ്ങളോ ഉപദേശത്തിൽ ഇടറുമാറാക്കി, വഴിവിട്ടു മാറി. അതെന്താ സംഭവിച്ചത്? AD 200 സഭാ ശുശ്രൂഷകരെ പുരോഹിതർ എന്ന് വിളിക്കപ്പെട്ടു. AD 300 മരിച്ചവർക്കായുള്ള പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ AD 300 വരെ മരിച്ചവർക്കായുള്ള പ്രാർത്ഥന ഇല്ലായിരുന്നു. അപ്പോൾ അതുവരെയുള്ള ഒരാൾക്ക് ഇങ്ങോട്ട് പോയി. സ്തോത്രം. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാനോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമാണമില്ല. AD 300 കുരിശു വണക്കം ആരംഭിച്ചു. കർത്താവ് പറയാൻ മറന്നൊരു കാര്യമാണ്. കുരിശിനെ വണങ്ങണമെന്ന് കർത്താവ് പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ്. കുരിശു വണങ്ങണമെന്നുള്ള ആ ഒരു ശീലം വന്നത് AD 300. AD 320 ആരാധനയിലും കബറിടങ്ങളിലും മെഴുകുതിരി കത്തിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ചിലയിടങ്ങളിലൊക്കെ മെഴുകുതിരി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർ 3-4 കാറ് വാങ്ങിച്ചു. കത്തിക്കാൻ പോകുന്നവൻ ഇപ്പോഴും സൈക്കിളെ തന്നെ കത്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ എൻ്റെ ജനത്തെ ന്യായപ്രമാണത്തിൽ നിന്നും വഴിവിട്ടുമാറാൻ ഇടയാക്കി. AD 350 ബിഷപ്പ് ജൂലിയൻ്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 25 ക്രിസ്മസ് ആചരണം ആരംഭിച്ചു. അപ്പം ഡിസംബർ 25 കർത്താവ് ജനിച്ചത്. AD 375 മാലാഖമാർ മരിച്ച വിശുദ്ധന്മാർ തിരുസ്വരൂപങ്ങൾ എന്നിവയെ വണങ്ങുവാൻ ആരംഭിച്ചു. AD 431 എഫെസോസിൽ നടന്ന സൂനകദോസിൽ വെച്ച് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രനായ യേശുവിന് അമ്മയില്ല, എന്നാൽ മനുഷ്യപുത്രനായ യേശുവിന് അമ്മയുണ്ട്. അതാണ് വിശുദ്ധ മറിയം. അത് ബൈബിളിലുള്ള അമ്മയാണ്. ആ അമ്മയുടെ പേരാണ് വിശുദ്ധ മറിയം. മറിയം എന്ന്. അപ്പോൾ ദൈവമാതാവായി പ്രഖ്യാപിച്ചതാണ്, സഭ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വചനപ്രകാരം ഈ അമ്മ പറഞ്ഞത്, ഞാൻ എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. ഈ അമ്മയെ കൂടി രക്ഷിക്കാനായി പുത്രൻ വന്നേ. ഹല്ലേലൂയ. AD 500 സഭാധ്യക്ഷൻ സ്ഥാനവസ്ത്രങ്ങൾ ധരിക്കുവാൻ ആരംഭിച്ചു. AD 526 അന്ത്യകൂദാശ ആരംഭിച്ചു. വചനത്തിൽ പറയുന്നത്, രോഗികളായി ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കണം. അവൻ ഒടുങ്ങിപ്പോകാനല്ല, അവൻ ജീവിക്കാനല്ല. അപ്പം അന്ത്യകൂദാശ AD 593 മരണശേഷം ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇത് പച്ചക്കള്ളമാണെന്ന് ധനവാന്റെ ലാസറിന്റെ ഉപമ ആ വചനഭാഗം വായിച്ചാൽ മനസ്സിലാവും. കർത്താവ് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലം, അത് പാപത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഓരോരുത്തരെ ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുന്ന സ്ഥലമൊന്നുമല്ല. സ്തോത്രം. ഇപ്പോഴും ജനത്തിനെ അങ്ങനെയുള്ള സ്ഥലമുണ്ടെന്നും പറഞ്ഞ് പഠിപ്പിച്ച് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്രോളിനൊക്കെ വില കൂടി കാരണം പിന്നെ അടിമകെട്ടിലൊക്കെ ഭയങ്കര വിലയായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പിന്നെ അർത്തിങ്കപ്പള്ളിയിൽ അവിടെ പെരുന്നാൾ വരുമ്പം ഞങ്ങൾ കുറേ പേര് അവിടെ ആ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷയാണ്.
അടിമ കെട്ടിക്കലും കുമ്പസാരവും ഒക്കെയാണ്. അന്ന് ഒരടിമയ്ക്ക് 5 രൂപയായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. അതൊക്കെ പിന്നെ കൂട് തുറന്നു വെച്ചുള്ളൊരു കുർബാനയുണ്ട്. കൂട് തുറന്നു വെച്ചുള്ള കുർബാന. അതെന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയത്തില്ല എന്താ ഈ കൂട് തുറന്നു വെച്ചാൽ. കർത്താവ് അങ്ങനെ ഒരു പിന്നെ കൂടൊന്നും തുറന്നു വെച്ചാൽ നെഞ്ചാങ്കൊട്ട തുറന്നാ തന്നെ. അതിന് സ്പെഷ്യലായിട്ടുള്ള പൈസ ഒന്നും കർത്താവ് വാങ്ങിച്ചില്ല. കൂട് തുറന്നു വെച്ചുള്ള കുർബാന എന്ന് പറയുന്നത് സെബസ്ത്യാനോസിൻ്റെ ആ സ്റ്റാച്ചു ഇരിക്കുന്ന ആ രൂപക്കൂടുണ്ടല്ലോ, അതങ്ങോട്ട് തുറക്കും. അതിന് സ്പെഷ്യൽ കുർബാനയൊക്കെ സ്പെഷ്യൽ പൈസയാ. ഇതൊക്കെ വരുമാനത്തിൻ്റെ മാർഗങ്ങളാണ്. സ്തോത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ സഭയുടെ അകത്ത് കയറിയപ്പോൾ വചനത്തിൽ നിന്ന് ജനം വഴിവിട്ട് മാറി. ആ പുരോഹിതനും മാറി, ജനവും മാറി. ജനങ്ങൾക്ക് ഇന്നും അറിയത്തില്ല ഇതെങ്ങനെ സഭയുടെ അകത്ത് കയറിയെന്ന്. കാരണം പുരോഹിതൻ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മതപുരോഹിതൻ ജനത്തോട് പറയത്തില്ല. സഭാചരിത്രം ഒരിക്കലും ജനങ്ങളോട് പുരോഹിതൻ പറയില്ല. വീണ്ടും AD 600 ആരാധനയിൽ ലത്തീൻ ഭാഷ ഉപയോഗിച്ച് തുടങ്ങി. അതിപ്പോഴും ആർക്കും മനസ്സിലാകത്തില്ല. ഈ രഹസ്യങ്ങളെന്നൊക്കെ പറയുന്നത് ആർക്കും മനസ്സിലാകാതെ ഇരിക്കണം. അതിന് ലാറ്റിൻ, സിറിയൻ ഒക്കെ അത് ജനങ്ങളിൽ ഇങ്ങനെ മിഴിച്ചിരിക്കുന്നല്ലാണ്ട് ചിലപ്പോൾ ചൊല്ലുന്നവരും അറിയത്തില്ല ഇതെന്താണെന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആമേൻ എന്നും പറഞ്ഞൊരു പുസ്തകം സഭ വിട്ടു പോകുന്ന ഒരു കന്യാസ്ത്രീ എഴുതിയിട്ടുണ്ട്. അതിൽ കന്യാസ്ത്രീ പറയുകയാണ്, കോട്ടയത്തുള്ള ഒരു പുരോഹിതൻ അവരോട് പറഞ്ഞത് ഈ കുർബാനയെക്കുറിച്ച്. അച്ഛൻ പറയുന്നത്, കുർബാന യേശു ദൈവമല്ല, കുർബാന എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞങ്ങളുടെ ഒരു നമ്പരല്ലേ. യേശു ദൈവമല്ലെന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീ ചോദിച്ചു, അപ്പോൾ അച്ഛ കുർബാന ഞങ്ങളുടെ ഒരു നമ്പരല്ലേ. കുറച്ച് വെള്ളവും ഒരപ്പവും വെച്ച് അത് യേശുവിൻ്റെ രക്തവും, വീഞ്ഞും അപ്പവും യേശുവിൻ്റെ രക്തവുമാക്കി മാറ്റുന്നത് ഞങ്ങളുടെ ഒരു നമ്പരല്ലേ. അപ്പോൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്ത പുരോഹിതന്മാരകത്തുണ്ട്. കുർബാനയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, ആ അപ്പം നുറുക്ക് ശുശ്രൂഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അതിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ട്. പക്ഷെ പാവം ജനം അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ അടുത്ത് ചെല്ലുന്നത്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നവന് ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണം. ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സാധാരണ മലയാളം, എന്നാലും അത് എൻ്റെ പലർക്കും അറിയത്തില്ല ചിലതിൻ്റെ വാക്കുകളൊക്കെ അർത്ഥം. അതുകൊണ്ട് ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വലിയ തിരുനാളൊക്കെ വരുമ്പോൾ ഓരോരോ ഭാഷകളിലൊക്കെ ഉള്ള, തീർച്ചയായിട്ടും ലാറ്റിന് അതിൻ്റെതായ റിച്ച്നെസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു റിച്വൽസിന് ലാറ്റിൻ്റെ ആ ട്യൂണിനും പാട്ടിനുമൊക്കെ അതിൻ്റെതായ ഒരു ശ്രേഷ്ഠത ഉണ്ട്. പക്ഷെ അത് ജനത്തിന് മനസ്സിലാകുന്നതായിരിക്കണം. സ്തോത്രം. അപ്പോൾ അതിനൊക്കെ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. AD 600 മറിയത്തെ മധ്യസ്ഥയാക്കി പ്രാർത്ഥന തുടങ്ങി. ഈ കാര്യങ്ങൾ ഇത് ആര് അനുവദിച്ചു, ആരാണ് അതിന് കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. പുരോഹിതൻ ഈ സത്യം, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പുരോഹിതൻ അറിയാമെങ്കിൽ ഇത് അകത്ത് വരാൻ അവൻ സമ്മതിക്കില്ല. AD 600 മറിയത്തെ മധ്യസ്ഥയാക്കി പ്രാർത്ഥന തുടങ്ങി. യേശുവിൻ്റെ അമ്മയ്ക്ക് ഇത് അറിയത്തില്ല. പാവ അമ്മ കാനായിലെ കല്യാണത്തിൽ പറഞ്ഞത്,
എല്ലാവരും ഓടി വരുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ എന്നല്ല, എല്ലാവരും ഓടി അവൻ്റെ അടുത്ത് പോകാനാ പറഞ്ഞേ. യേശുവിൻ്റെ അമ്മ ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ നാമത്തിൽ എൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ. ഇനി ഈ മരിച്ചുപോയ ഒരൊറ്റ വ്യക്തികളും ജീവിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞിട്ടില്ല എൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്ന്. സെബസ്ത്യാനോസ് പറഞ്ഞിട്ടില്ല, ഗീവർഗീസ് പറഞ്ഞിട്ടില്ല, അന്തോനീസ് പറഞ്ഞിട്ടില്ല, പിന്നെ വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് പറഞ്ഞിട്ടില്ല, പിന്നെ അൽഫോൻസായും പറഞ്ഞിട്ടില്ല. ജീവിച്ചിരുന്നപ്പോൾ അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞേ? അപ്പോൾ യേശുവിൻ്റെ അമ്മ പറയാത്തൊരു കാര്യമാണ്. ഒരുവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന്. യേശുവിൻ്റെ മധ്യസ്ഥത മാത്രം. യേശുവിന് ജന്മം കൊടുത്ത മാതാവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. AD 610 ബോണിഫസ് മൂന്നാമൻ പോപ്പ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ പോപ്പ് വിശുദ്ധ പത്രോസ് ഒന്നുമില്ല, ബോണിഫസ് മൂന്നാമൻ. ഏതായാലും വിശുദ്ധ പത്രോസ് ആ പദവിയിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്തോത്രം. വീണ്ടും AD 709 മാർപ്പാപ്പയുടെ പാദം മുത്തുന്ന പതിവ് ആരംഭിച്ചു. പുത്രനെ ചുംബിക്കുക എന്ന വചനം. മാർപ്പാപ്പയെ ചുംബിക്കാനായിട്ട് വചനമില്ല. സ്തോത്രം. കാരണം മാർപ്പാപ്പയുടെ പാദം മുത്തി പാപമോചനം അല്ലേ, മാർപ്പാപ്പയുടെ പാദം മുത്തുന്നത് പതിവ്. അങ്ങനെ ചുംബിക്കുമ്പോൾ പാപമോചനം കിട്ടുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. സ്തോത്രം. സാധാരണ ഒരു വ്യക്തി കുമ്പസാരിക്കുന്ന പോലെ തന്നെയാണ് പോപ്പും കുമ്പസാരിക്കും. ഇപ്പോഴത്തെ പോപ്പ് ഒരു പത്രത്തിൽ കണ്ടു, ഒരു അച്ഛനോട് പോപ്പ് കുമ്പസാരിക്കുന്ന ഫോട്ടോ. അപ്പോൾ എന്തിനാ കുമ്പസാരം? പാവം ഏറ്റുപറയും. അപ്പോൾ പോപ്പും അങ്ങനെയെങ്കിൽ മരിച്ചുപോയ ഈ വിശുദ്ധർ എന്ന് പറയുന്ന ഒരു പാവിയാണല്ലോ. ആ മരിച്ചുപോയ പാവിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് ജീവിച്ചിരിക്കുന്ന പാവിയാണ്. അർത്ഥം പിടികിട്ടിയോ?